കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു പാർട്ടി വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂടുമാറുന്ന ട്രെൻഡാണ് നടക്കുന്നത്. ഇതിൽ കൂടുതലും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയവർ. കോൺഗ്രസിലെ അണികൾ മാത്രമല്ല, മുതിർന്ന നേതാക്കളും മുതിർന്ന നേതാക്കളുടെ മക്കളും തുടങ്ങിയ പ്രമുഖരും ലിസ്റ്റിലുണ്ട്. കോൺഗ്രസ് വിട്ട പ്രമുഖ നേതാക്കളുടെ മക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. മുൻ കേന്ദ്രമന്ത്രി മാധവ് റാവുയുടെ മകനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. കോൺഗ്രസിൽ കേന്ദ്ര മന്ത്രിസ്ഥാനവും മധ്യപ്രദേശിൽ മന്ത്രിസ്ഥാനവുമെല്ലാം അദ്ദേഹം വഹിച്ചിരുന്നു. എന്നാൽ കമൽനാഥുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് സിന്ധ്യ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു. അതോടൊപ്പം മധ്യപ്രദേശ് സർക്കാർ കൂടിയാണ് നിലത്ത് വീണത്. ദേശീയതലത്തിൽ തന്നെ ഏറ്റവും ചർച്ചയായ കൂടുമാറ്റമായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയുടേത്. പ്രിയങ്ക ഗാന്ധിയുടെ വിശ്വസ്തൻ, രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ടവൻ, അങ്ങനെ ധാരാളം വിശേഷണങ്ങളുണ്ടായിരുന്നു ജിതിൻ പ്രസാദയ്ക്ക്. പക്ഷേ UPയിൽ കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞതോടെ തന്നെ ജിതിന്റെയും താളം തെറ്റി തുടങ്ങിയിരുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാവ് ജിതേന്ദ്ര പ്രസാദയുടെ മകനാണ് ജിതിൻ. യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടായിരുന്നു ജിതിന്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് വൻ വളർച്ചയായിരുന്നു. 2021 BJPയിൽ അദ്ദേഹം ചേർന്നത്. വലിയ വിവാദമായിരുന്നു ഇത്. ചില പ്രമുഖ നേതാക്കളും BJPയിൽ ചേർന്നവരിലുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ജയ്വീർ ഷെർഗിലാണ് ഇതിൽ പ്രമുഖൻ. ഹർഷ് മഹാജൻ, മോഹൻ സിംഗ് രത്താവ, ലിംഗ രാജു, സച്ചിദാനന്ദ എന്നിവരെല്ലാം ആ ലിസ്റ്റിൽ വരുന്നവരാണ്. മുഹമ്മദ് ഖയൂം മിർ, മാരി ശശിധർ റെഡ്ഡി എന്നിവരെല്ലാം കോൺഗ്രസിൽ നിന്ന് അടുത്തിടെ BJPയിലെത്തിയവരാണ്. ഗുജറാത്തിലും നിരവധി പേർ കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയിരുന്നു. ഈ പ്രമുഖ നേതാക്കളും നേതാക്കളുടെ മക്കളുമൊക്കെ BJPയിലെത്തിയത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ബാധിച്ചില്ല. എന്നാൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന രീതിയിലുള്ള കൂറുമാറ്റമായിരുന്നു മുൻ മുഖ്യമന്ത്രിമാരായ AK ആന്റണിയുടെയും K കരുണാകരന്റെയും മക്കളുടേത്. അനിൽ ആന്റണി BJPയിലേക്ക് എത്തിയത് കോൺഗ്രസ് പാർട്ടിയോട് ഇടഞ്ഞാണ്. BJP നല്ല രീതിയിൽ അനിലിനെ സ്വീകരിക്കുകയും ചെയ്തു. ഉയർന്ന പദവികൾ അനിലിന് BJP കൊടുത്തിരുന്നു. മാത്രമല്ല, അനിൽ ആന്റണി പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയുമാണ്. അനിൽ ആന്റണി BJPയിലേക്ക് മാറിയത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിച്ചില്ല. എന്നാൽ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെ കൂടുമാറ്റം കോൺഗ്രസ് പാർട്ടിക്ക് എട്ടിന്റെ പണിയായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതിനാലാണ് പത്മജ BJPയിലേക്ക് ചാടിയത്. എന്നാൽ ഇവർക്ക് മുൻപേ BJPയിലേക്ക് എത്തിയത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ R ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കറാണ്. 2006 ഇദ്ദേഹം BJPക്ക് വേണ്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും മത്സരിച്ചിരുന്നു. കേരളം ഭരിച്ചത് 4 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ: R ശങ്കർ, K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നിവർ. ഇതിൽ ആദ്യ 3 പേരുടെ മക്കളും BJPയിൽ ചേർന്നു കഴിഞ്ഞു. ഇനി BJP കാത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മക്കളെയാണോ എന്ന് കണ്ടറിയണം.